الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما الإنسان إذا ما ابتلاه ربه وأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله العظيم. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ആദ്യമായി എന്നോട് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. ഒരുപാട് കോടി മനുഷ്യർ ഈ ഭൂമുഖത്തിൽ പൊതിയിരിക്കുന്നുണ്ട്. അതിലേറിയ കോടും ദരിദ്രരാണ്. സമ്പന്ന വമ്പന്മാരുടെ കഥകളൊക്കെ നമ്മൾ ഇടയ്ക്ക് കേൾക്കാറുണ്ടെങ്കിലും മൊത്തം ജനത അവരുടെ ജീവിതാവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ലഭിക്കാത്ത ദരിദ്രാവസ്ഥയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തെന്ന് മാത്രമല്ല പലപ്പോഴും അത്തരം അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ചില അപൂർവ സന്ദർഭങ്ങളിൽ ചില രാജ്യങ്ങളിൽ അപ്രതീക്ഷിതമായ സുഭിക്ഷതയും അതിനോടനുബന്ധിച്ച് പിന്നെ അക്രമവും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. സമ്പന്നതയുണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, അതുപോലെ തന്നെ സുഖവും ഉണ്ടാവും, അസുഖവും ഉണ്ടാവും. നമുക്ക് ക്ലേശങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും, അതോടൊപ്പം ആശ്വാസവും സമാധാനം ഉണ്ടാവും. ദുനിയാവിലെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു സൃഷ്ടിക്കും വിഭവമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മൾ ചെറിയ കാലത്ത് മദ്രസകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലാഹുവിന് വാജിബായ പല സിഫത്തുകൾ, മുസ്തഹീലായ സിഫത്തുകൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അല്ലാഹു ഉണ്ടായിരിക്കൽ എന്നത് വജൂദ് എന്നതാണ്. അല്ലാഹു അവശേഷിച്ചിരിക്കൽ എന്നത്
അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സ്വയം നിർബന്ധമാക്കിയ ഒരു സംഗതിയാണ്. ഇല്ലാതിരിക്കാൻ പറ്റില്ല, അവശേഷിക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാവുക എന്നത് അള്ളാഹുവിന് മുസ്തഹിലാവുക, പറ്റാത്ത സിദ്ധാന്തമാണ്. അതുപോലെ തന്നെയാണ് ഒരു സാധനത്തെയോ ഒരു വസ്തുവിനെയോ ഒരു ജന്തുവിനെയോ സൃഷ്ടിക്കുകയും അതിന് നിലകൊള്ളാനോ നിലനിൽക്കാനോ ഉള്ള സ്ഥലമോ വിഭവമോ ഇല്ലാതിരിക്കുകയും ചെയ്യാതെ ആഴത്തിൽ ചിന്തിച്ചാൽ അത് മനസ്സിലാവും. ഒരു കുപ്പിയുണ്ട് പറയും, അത് കയ്യിൽ പിടിച്ചാൽ അത്രയും സ്പേസ്, താഴെ വെച്ചാൽ അത്രയും സ്പേസ്. അത് വെക്കാൻ ഇടം വേണം. അത് വെക്കാൻ ഇടയില്ലാതെ അതിനെ സൃഷ്ടിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാതെ പറ്റി. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഭൂമിക്ക് ഇടമുണ്ട്, മനുഷ്യന് ഇടമുണ്ട്. ഇത് നമ്മൾ കാണുന്നതാണ്. കാണാത്തതിന് ഇടമുണ്ടാവും. അതാണ് മഹാത്ഭുതം. മനസ്സ് കാണാത്തതാണ്, ജീവൻ കാണാത്തതാണ്, റോഹ് കാണാത്തതാണ്. പക്ഷെ ഇതിന് ഇടമുണ്ട്. നമുക്കറിയാം, റോഹ് ഒരാളിന് തടിയിലുണ്ടാകുമ്പോൾ അയാളുടെ പ്രത്യേകത, റൂഹ് അയാളിന് പോകുമ്പോഴുള്ള പ്രത്യേകത. അപ്പൊ ഒരു ഇടമുണ്ട്. എവിടെയെങ്കിലും ഒരു ഇടം വേണം, സ്പേസ് വേണം. അതുപോലെ തന്നെ ഒരു ജന്തു, ശ്വാസോച്ഛ്വാസം കഴിക്കാനുള്ള ഒരു ജന്തുവാണെങ്കിൽ അതിന് ശ്വാസോച്ഛ്വാസത്തിനുള്ള സംവിധാനങ്ങൾ വേണം. ആഹാരം കഴിക്കുന്ന ജന്തുക്കൾക്ക് ആഹാരം, ജന്തുക്കളല്ലാത്ത ആഹാരം സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ വേണ്ടാത്ത ഒരുപാട് വസ്തുക്കളുണ്ട്. ഇവിടെ ആഹാരം കഴിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിലെ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാത്തിനും അതുണ്ടായെങ്കിലേ സൃഷ്ടി നടക്കുള്ളൂ. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭൂമിയിൽ മനുഷ്യന്മാരെ, അപ്പൊ ഭൂമിയിലെ മനുഷ്യരെ സൃഷ്ടിക്കുകയും അവൻ ആവശ്യമായ വെള്ളവും വെളിച്ചവും വായുവും ഭക്ഷണവും നൽകാതിരിക്കുകയും ചെയ്യുക എന്നത് അല്ലാഹുവിന് മുസ്തഹിലായ, പറ്റാത്ത കാര്യമാണ്. അത് കൃത്യമായി ഖുർആൻ നമ്മൾ പറയുന്നത്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. ഈ ഭൂമിയിൽ ഒരു ജന്തുവിനും ഭക്ഷണമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. ഇപ്പൊ കൊടുക്കുമ്പോ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഭക്ഷണം നിലനിൽക്കാൻ, അടിസ്ഥാനപരമായ ഭക്ഷണം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലാഹു തആല സൃഷ്ടിക്കുള്ളൂ. അത് എവിടെ ഉണ്ടെന്നും എത്ര ഉണ്ടെന്നും ഒക്കെ വളരെ വ്യക്തമായ ഒരു രേഖയിൽ അല്ലാഹു തആല ക്ലിപ്തപ്പെടുത്തി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് കൂടി മനുഷ്യനറിയും. പക്ഷെ ഈ വിഭവ വിതരണത്തിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റക്കുറച്ചിലെത്തി. അത് ഈ ഭൗതിക ജീവിതത്തിന്റെ ഒഴുക്കിന് വേണ്ടിയാണ്. കുറെ ആളുകൾക്ക് കുറെ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, കുറച്ച് ബുദ്ധിയുള്ള മനുഷ്യന്മാർ, ബുദ്ധി കുറഞ്ഞ ആളുകൾ, നല്ല ആരോഗ്യമുള്ള ആളുകൾ, ആരോഗ്യം കുറഞ്ഞ ആളുകൾ, അതുപോലെ പണമുള്ള ആളുകൾ, പദവിയും സമ്പത്തും മറ്റ് സംവിധാനങ്ങളുള്ള ആളുകൾ, ഇതൊന്നും ഇല്ലാത്ത ആളുകൾ, വീടും കാറും വിഭവങ്ങളും ഉള്ള ആളുകൾ, ഇതൊന്നും ഇല്ലാത്ത ആളുകൾ. ഇത് മനുഷ്യന്റെ കൈകടത്തിലുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നൽകുമ്പോൾ അതിൽ ഏറ്റക്കുറച്ചിൽ പറ്റി. കാരണം മനുഷ്യന് ഈ വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് അവന്റെ കുടുംബം, ജനനം, വിദ്യാഭ്യാസം ഇതൊക്കെ റിലേറ്റഡ് ആണ്. ഒരാളും സ്വന്തം എടുക്കൊണ്ടെല്ലാം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അവനത് എത്തിച്ചു കൊടുക്കുക അല്ലാഹു സുബ്ഹാനഹു. അപ്പൊ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു മേരിറ്റുള്ള ഒരു ചാൻസാണ്. അതുപോലെ ഒന്നിനും കഴിവില്ലാത്ത സ്ഥലത്ത് ജനിക്കുന്നത് അതൊരു ചാൻസ്. അതൊക്കെ അത് തീരുമാനിക്കണം. മനുഷ്യനത് തീരുമാനിക്കാൻ പറ്റില്ല. അത് അല്ലാഹു, നമ്മളെ മൂക്ക് എങ്ങനെ ഇരിക്കണം നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്തതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ വാപ്പാരെ ഉമ്മാരെന്നൊക്കെ അല്ലാഹു തആല തീരുമാനിക്കുക. അതിലൊരുപാട് ഗവേഷണം നടത്തി ആലോചിച്ചാലും അവസാനം അല്ലാഹു തീരുമാനിക്കിടത്ത് എത്തും എന്നുള്ള മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, എല്ലാ ഓരോ ചലനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തീരുമാനിച്ചു. ഈ അല്ലാഹു വിഭവ വിതരണത്തിൽ ചില ഏറ്റക്കുറച്ചിൽ നടത്തിയിട്ട് മനുഷ്യനോട് നോക്കാൻ പറയാം. അവലം യറൗ അന്നല്ലാഹ യബ്സതു റിസ്ഖ ലിമൻ യശാഉ യഖദിർ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുമിനൂൻ. നിങ്ങൾ കാണുന്നില്ലേ? അവർ കാണുന്നില്ലേ? എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ ആളുകൾക്ക് ജീവിത വിഭവങ്ങളുടെ കാര്യത്തിൽ വിശാലത നൽകി, എന്ന് പറഞ്ഞാൽ സമൃദ്ധമായി നൽകി.
വേറെ കുറെ ആളുകൾക്ക് വളരെ എക്കണോമിക്കായിട്ട്, അതായത് കട്ട് ഷോർട്ട് ചെയ്ത്, അതായത് ചുരുക്കി നിൽക്കും, ഒന്നും കൊടുത്തില്ലെന്നല്ല പറഞ്ഞു. ഹദറായി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രയോഗങ്ങൾ, കുറച്ചു കൊടുത്തു എന്നുള്ളത്. ഇതില് സത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ദൈവിക ദൃഷ്ടാന്തങ്ങളുണ്ട്. ജീവിതത്തിന്റെ ഒഴുക്കിനു വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഉടനെ തന്നെ പറയാം, അപ്പൊ അതുകൊണ്ടാകയാൽ ഇങ്ങനെ വിഭവ വിതരണത്തിൽ ഈ പറഞ്ഞ സോഷ്യലിസം ഒന്നും അല്ലാഹു പാലിച്ചിട്ടില്ലാത്തത് കൊണ്ട് ലഭ്യമായവൻ അവൻ അവകാശികൾക്ക് ഒരു അവകാശികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുർബ അവന്റെ ഏറ്റവും അടുത്ത കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ, അതുപോലെ അഗതികളായ ആളുകൾ, ബിനിസബീൽ എന്ന് പറഞ്ഞാൽ വഴിയാധാരമായ ആളുകൾ, വഴി യാത്ര പോകുന്ന വഴിപോക്കൽ മാത്രമല്ല, വഴിയാധാരം എന്ന് പറഞ്ഞാൽ വേറെ ഒരു അഭയമില്ലാത്ത ആളുകൾ. ഇങ്ങനെ കുറെ ആളുകളെ ഗ്രേഡൊക്കെ നിശ്ചയിച്ചു. ഓരോരുത്തർക്ക് ലഭ്യമായവൻ ലഭ്യമല്ലാത്തവന് നൽകിക്കൊള്ളട്ടെ. അപ്പൊ ലഭ്യമായവന്റെ കടമയാണ്, കർത്തവ്യമാണ്, ഫർളാണ്. ലഭ്യമല്ലാത്തവന് ഹക്കാണ്, അവകാശമാണ്. ഹക്ക് അവന്റെ അവകാശമാണ്. അപ്പൊ ലഭിക്കുക എന്നത് അവകാശവും കൊടുക്കുക എന്നത് ബാധ്യതയുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത് കൊടുത്താൽ കുറഞ്ഞു പോകും എന്നൊന്നും പേടിക്കേണ്ടതില്ല. തരുന്നത് അല്ലാഹുവാണ്, വളർത്തുന്നതും അല്ലാഹുവാണ്. അതേസമയം നിങ്ങളുടെ മനസ്സിന്റെ ദുർചിന്ത കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതല്ലാതെ ചെയ്യുന്ന ആളുകൾ, ഇതാ ഈ പറഞ്ഞ ആളുകൾ കൊടുക്കുക എന്ന് പറഞ്ഞത് ആലിക ഖൈറുൽ ലില്ലദീന യുരീദൂന വജ്ഹല്ലാഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നവർക്ക് ഈ നടപടിക്രമമാണ് യഥാർത്ഥത്തിൽ ഉത്തമമായത്, അവരാണ് വിജയികളായത്. വമാ ആതൈതും മിൻ റിബൻ ലിയർബൂ ഫീ അംവാലിൻ നാസി ഫലാ യർബൂ ഇൻദല്ലാഹ്. ഇനി പണം പെരുപ്പിക്കാൻ വേണ്ടി, ജനങ്ങളുടെ പണം പെരുപ്പിക്കാൻ വേണ്ടിയുള്ള പലിശ ഇടപാടുകൾ, ഇത് കച്ചവടത്തിലായാലും അതുപോലെ മറ്റ് ഏതെങ്കിലും കൊടുക്കൽ വാങ്ങലായാലും അധികം നമുക്കറിയാം പലിശ എന്താണെന്ന് വിശദീകരിക്കാതെ എല്ലാവർക്കും അറിയുന്ന സമയം. ആ പലിശയ്ക്ക് വേണ്ടി നിങ്ങൾ പണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ വലായർഹുവല്ല, അത് അല്ലാഹുവിന്റെ അടുത്ത് അത് വളർച്ച പ്രാപിക്കുകയില്ല. സക്കാത്തിന്റെ പേരിൽ അല്ലാഹ് നിശ്ചയിച്ചതിന്റെ പേരിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ യുരീദൂന വജ്ഹല്ലാഹി, അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, ഉലൈക ഹുമുൽ മുഗ്ലിഫൂൻ. മുഫ്ലിഹൂൻ എന്ന് അപ്പുറത്ത് പറഞ്ഞേക്കാം, മുഗ്ലിഫൂൻ അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അവൻ തന്നതിൽ നിന്ന് കൊടുക്കുന്നത് ഇരട്ടി സമ്പാദിക്കുന്നവരാണ്. പല പ്രാവശ്യം സൂചിപ്പിച്ചാണ് 100 രൂപ കയ്യിലുള്ള 10 രൂപ സദഖ കൊടുത്താൽ അത് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അത് എല്ലാ കാലത്തേക്കും പെർമനന്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അവനവിടെ ഉണ്ടാവും. ആ 90 രൂപ അവൻ ചെലവാക്കിയത് എന്തൊക്കെ കോലത്തിലാണെന്നുള്ളത്, അത് ഹലാലാണോ ഹറാമാണോ ഒരുപാട് അന്വേഷിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഈ 10 രൂപയുടെ പ്രതിഫലം കിട്ടിക്കൂടുന്നില്ല. അപ്പൊ ഓരോ മനുഷ്യനും ആവശ്യമായ വിഭവങ്ങൾ അല്ലാഹുവിലൂടെ സൃഷ്ടിച്ചു. ആ കാര്യങ്ങൾ അവൻ ആവശ്യമായതെടുത്തിട്ട് മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അതിനിടയിൽ സ്നേഹവും സഹകരണവും കാരുണ്യവും വളരും. കുടുംബത്തിന്റെ, നാട്ടിന്റെ, സമൂഹത്തിന്റെ, രാജ്യത്തിന്റെ ശാന്തമായ ജീവിത ഒഴുക്കിനു വേണ്ടിയുള്ള അല്ലാഹുവിന്റെ യുക്തിഭദ്രമായ ഒരു സംവിധാനമാണ് ഇത്. എല്ലാ ആളുകളും അങ്ങനെ ചെയ്തു. അത് എനിക്ക് കിട്ടിയ കൊടുത്ത് എല്ലാവരും കൊടുത്തപ്പോൾ അങ്ങനെ എല്ലാം ചോദിച്ചൊരു വെൽഫെയർ സൊസൈറ്റി, ഭൂമിയുടെ മുകളിൽ ഒരു വെൽഫെയർ സൊസൈറ്റി അങ്ങനെ ഉണ്ടാവും. ഒരു പ്രസക്തമായി തോന്നി. എല്ലാ ആളുകളും അല്ലാഹ് പറഞ്ഞതുപോലെ അടിച്ചു. എന്നാ പിന്നെ ദാരിദ്ര്യം അല്ലെങ്കിൽ പട്ടിണി ഉണ്ടാവില്ലേ? ഉണ്ടാവും എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പട്ടിണി മാറ്റാതിനും പ്രവർത്തിക്കണ്ട എന്നല്ല, ഓരോരുത്തരോട് പറഞ്ഞത് അവരവർ ചെയ്യണം. അവരവരോ സംഘടനകളോ സർക്കാരുകളോ ചെയ്യണം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പട്ടിണി മാറ്റാതിനും പ്രവർത്തിക്കണം. പക്ഷെ എന്നാലും മനുഷ്യരിൽ അല്ലാതറിയാം, നാം പടച്ച മനുഷ്യന്മാരില് മനസ്സില് ദുർചിന്തകളുള്ള, അത്യാഗ്രഹമുള്ള ആളുകളുണ്ട്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത് കേൾക്കില്ല. അപ്പോ നാട്ടിൽ ഏറ്റക്കുറച്ചുണ്ടാവും. അപ്പോ വമ്പന്മാരായ ആളുകൾ, കഴിവുള്ള ആളുകൾ പണമിന്റെ ചൂഷണം, അവർ മറ്റുള്ളവരെ ചൂഷണത്തിൽ കൊണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കോർപ്പറേറ്റ് ഭീമന്മാരും ലോക മുതലാളിമാരും ഉണ്ടാവും. അവരധികാരത്തിൽ വരും. അതുപോലെ തന്നെ ഭൗതിക സ്ഥാനങ്ങളിലൊക്കെ. എന്നിട്ട് പണം ഉപയോഗിച്ചിട്ട് പല തന്ത്രങ്ങളാണ്. പണം ഉപയോഗിച്ചിട്ട് അധികാരം മാറ്റാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. പണം ഉപയോഗിച്ച് ആളെ കൊല്ലാം, പണം ഉപയോഗിച്ച് നാട് നശിപ്പിക്കാം, പണം ഉപയോഗിച്ച് ഫസാദ് ഉണ്ടാക്കാം. അതേ പണം ഉപയോഗിച്ച് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം.
പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില പണത്തിന്റെ കാര്യത്തിൽ അത്യാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ മനുഷ്യ മനസ്സിന് സത്യവിശ്വാസം ആഴത്തിലിട്ട് ഇറങ്ങിയില്ല. പണത്തിന്റെ കാര്യത്തിൽ മനുഷ്യൻ തെറ്റായ ധാരണയാണ് അധികം. അതായത് അതിന്റെ ഉടമസ്ഥനെ കുറിച്ച് അവന് സത്യനിഷേധമാണ്, സത്യവിശ്വാസമല്ല. മിക്കവാറും നമ്മളൊരു 90% ആളുകളും ഒക്കെ അങ്ങനെ തന്നെയാണ്. കാരണം പണം നമ്മളേതാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല പറയുന്നത് പണം എന്റേതാണ്, നീ അതിന്റെ കൈകാര്യം മുസ്തഖലഫീൻ, അതിന്റെ കൈകാര്യകത്ത് പ്രതിനിധി മാത്രമാണ് എന്നതാണ്. അപ്പൊ പണം നമ്മളേതല്ലെങ്കിൽ പിന്നെ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പണം നമ്മുടേതാണ്, നമ്മുടേതാണ് എന്നൊരു തോന്നലുണ്ടാവുന്നില്ല. അപ്പൊ ആ സത്യവിശ്വാസവും സത്യനിഷേധവും തമ്മിലൊരു പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. അവനോട് വന്നപ്പോ ഒന്നും കൊണ്ടൊന്നുമില്ല. ഇങ്ങനെ കരഞ്ഞു വിളിച്ചിട്ട് ഇങ്ങനെ മാറ്റി പിടിച്ചിട്ടാവും, ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ. ഇവിടെ എത്രയോ കാലം കഴിഞ്ഞ ശേഷമാണ് എന്തെങ്കിലും സമ്പാദിക്കാൻ പോകുമ്പോ അതിനെ ഓപ്പണാക്കിയിട്ടുണ്ട്. ഒന്നും ഉണ്ടാവില്ല. ഈ ഭൂമിയിൽ വരുമ്പോഴും കൊണ്ടുവരില്ല, പോകുമ്പോഴും കൊണ്ടുവരില്ല. ഇവിടെ ഉള്ളത് ഇവിടെ നിന്ന് എടുക്കുകയാണ് എന്നുള്ളതാണ്. അത് തന്നെ എടുക്കുമ്പോ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. സത്യമുള്ളത് അതൊക്കെ ഒത്തു വന്നാലേ കിട്ടുകയും ചെയ്യുള്ളൂ. അവിടെ എത്ര ആഗ്രഹിച്ചാലും കിട്ടിക്കൊള്ളുന്നില്ല, എത്ര പ്രാർത്ഥിച്ചാലും കിട്ടിക്കൊള്ളുന്നില്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീതി തരുന്നത് തൃപ്തിപ്പെടുക എന്ന ഒരു സംഗതിയുണ്ട്. നമ്മൾ ഓരോരുത്തർ അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റു ചെയ്യണം, മറിച്ച് ചെയ്യണം. അവനെ സൃഷ്ടിച്ചത് എല്ലാവരെയും അങ്ങനെ സംരക്ഷിച്ച് റെഡിയാക്കാനാണെന്ന് തോന്നുന്നതിൽ ബേജാറായിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. സത്യസന്ധമായി അവനവന് ലഭിച്ച ഓഹരി അവൻ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ ലളിതമാണ് വിഷയം. പക്ഷെ മനുഷ്യ മനസ്സ് എന്ന് സമ്മതിക്കില്ല. അവന്റെ ഒരു മനോഭാവത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതെല്ലാം അങ്ങനെ ചെയ്താലും വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്തി വബശിരി സാബിരീൻ. തീർച്ചയായും ഈ ജീവിതത്തിൽ നിങ്ങളെ പട്ടിണിയും ദാരിദ്ര്യവും ധനനഷ്ടവും വിളനഷ്ടവും കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യും. അപ്പൊ ഇത് സമ്പൂർണമായിട്ട് മാറ്റിക്കളയാനൊന്നും സാധ്യമാവില്ല. അപ്പൊ ഈ പരീക്ഷണം വന്നുകൊണ്ടേയിരിക്കും. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണമില്ലായ്മ മാത്രമല്ല, ബുദ്ധിയില്ലായ്മ അത് ദാരിദ്ര്യപ്പെട്ടാണ്, കിടക്കാനിടയില്ലായ്മ ദാരിദ്ര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമുക്കൊരു കച്ചവടം ചെയ്യാനുള്ള ആളിന് അതിന് സൗകര്യമില്ലാതെ ദാരിദ്ര്യപ്പെട്ടതാണ്. ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഷോർട്ട് ഉണ്ടാവുക, അവിടെ കമ്മി ഉണ്ടാവുക, അത് ദാരിദ്ര്യത്തിൽപ്പെട്ടതാണ്. അത് നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നു. അതല്ലാത്ത ആരുടെ മാറ്റമില്ലാതെ നിശ്ചയമാണ്. ദാരിദ്ര്യം കൊണ്ട് മാത്രമല്ല, സുഭിക്ഷത കൊണ്ട് പരീക്ഷിക്കും. ആദ്യം എടുത്തു പറഞ്ഞു. കാരണം ഈ ഹൈർ എന്ന് പറഞ്ഞത്, നന്മ എന്ന് പറഞ്ഞത് ആളുടെ ഇഷ്ടവും സന്തോഷവും സംഗതി, ഷർറ് വ്യസനവും പ്രയാസവും ഉണ്ടാകും. പറഞ്ഞ അതാ ആദ്യം എടുത്തു പറഞ്ഞു. നിങ്ങളെ തിന്മ കൊണ്ടും നന്മ കൊണ്ടും നാം ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഇലയിനാ തോന്നുന്നത് നിങ്ങളുടെ മടക്കം നമ്മിലേക്കാണ്. ഓരോരുത്തർക്കും ആത്താക്കും, നിങ്ങൾക്ക് എന്താണ് തന്നത് എന്നതിൽ മാത്രമേ പരീക്ഷിക്കുള്ളൂ. നമ്മളോട് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം കൽപ്പിക്കൂല. അത് കൊടുത്തോ, ഇത് കൊടുത്തോ, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തോ, അങ്ങനെ ഒന്നും ചോദിക്കില്ല. ഓരോരുത്തരുടെ കപ്പാസിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി അറിയാം. അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുള്ളൂ. അത് നിർവഹിക്കാനുള്ള കഴിവ് തരണേന്ന് നിരന്തരമായി അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അല്ലാഹു അവനെ വഴികാണിക്കുകയും സഹായിക്കുകയും ചെയ്യും. പക്ഷെ അവിടെ അല്ല മനുഷ്യൻ. അവനെ ഇതൊക്കെ കൂടെ കണ്ടിട്ട് ഈ ജീവിതത്തെ നോക്കിക്കാണുന്ന വേറൊരു കോലത്തിലാണെന്നുള്ളതാണ്. എന്തെങ്കിലും സുഭിക്ഷതയോ സൗകര്യമോ ഒക്കെ ഉണ്ടായാലേ അവന്റെ ഒരു സ്വഭാവമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, فأما الإنسان إذا ما ابتلاه ربه وأكرمه ونعمه ويقول ربي أكرمن. മനുഷ്യനെ നാം ഒന്ന് ആദരിക്കാൻ കുറച്ച് സൗകര്യങ്ങൾ സമൃദ്ധിയൊക്കെ പ്രവർത്തി കഴിഞ്ഞാൽ അവനെ മൈക്കൊച്ച് പറയുന്നില്ല, അവനാണ് തോന്നും ഇപ്പൊ എന്റെ രക്ഷിതാവ് എന്നെ ആദരിച്ചിരിക്കുകയാണ്, ബഹുമാനിച്ചിരിക്കുകയാണ്. നല്ല പൈസ, നല്ല ഭാര്യ, നല്ല ആരോഗ്യം, വാഹനങ്ങൾ, കച്ചവടം, നല്ല മക്കളൊക്കെ വിദ്യാഭ്യാസം, കുഴപ്പമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്നോട് ഭയങ്കരമായ ഇഷ്ടമാണ്, ഞാനിതിന് സവിശേഷമായി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്ന് ധരിച്ചു വശായി പറയുന്നു അല്ലാഹു തആല പറയുന്നു. അതായത് സൗകര്യങ്ങൾ ലഭിക്കുമ്പോ, ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുമ്പോ, ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടിയുള്ള വിഭവങ്ങൾ സുലഭമായി ലഭിക്കുമ്പോ, വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അലട്ടാതിരിക്കുമ്പോ മനുഷ്യ മനസ്സ് അവനോട് പറഞ്ഞു കൊടുക്കുന്നത്
അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ആദരിച്ചതിന്റെ ഒരു തെളിവാണ്. വളരെ ശുദ്ധ വിട്ടിത്തെന്നുള്ളതാണ് പറയുന്നത്. അതായത് ഭൗതിക വസ്തുക്കളുടെ അളവുകോലനുസരിച്ച് അള്ളാഹുവിന്റെ ആദരം കണക്കാക്കുന്ന ഒരു തരം ശിർക്കാണ്. കുറെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ, വലിയ വീടുണ്ടെങ്കിൽ, 4 കാറുണ്ടെങ്കിൽ, അതുപോലെ കുറെ സംവിധാനം ഉണ്ടെങ്കിൽ അതെല്ലാം എന്നെ സംരക്ഷിച്ചുകൊള്ളും എന്ന് ആരെങ്കിലും ധരിച്ചാൽ അതൊക്കെ മെറ്റീരിയൽസ് ആണ്, പദാർത്ഥങ്ങളാണ്. ഈ പദാർത്ഥങ്ങളുടെ സൃഷ്ടാവിനെയും ദാതാവിനെയും പറഞ്ഞുകൊണ്ട് ആ പദാർത്ഥം നമ്മളെ രക്ഷിക്കും എന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകില്ല എന്നുള്ള സ്വഭാവത്തിൽ വളരെ വ്യത്യസ്തമായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. നമ്മളൊക്കെ നിത്യം ചെയ്യുന്ന സംഗതിയാണ്. നമ്മുടെ കൈവശം സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് പേടിയുണ്ടാവും, ഒരു ഹൗഫ് ഉണ്ടാവും. അതൊക്കെ എടുത്ത് നിർലോഭം അങ്ങോട്ട് വിനിയോഗിക്കുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും. അത് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകളുടെ ജീവിതം അവർക്ക് ഈ ആർഭാടാലങ്കാരങ്ങളും ആരവങ്ങളും പൊങ്ങച്ചങ്ങളും ബഹളങ്ങളും ബഹളമയവും സൽക്കാരങ്ങളും പോക്കുവരവുകളും അതുപോലെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. ആർഭാടപൂർണമായ, അതായത് ജീവിതത്തിന്റെ ഒരു നിറക്കൂട്ടുള്ള വർണ്ണക്കൂട്ടുള്ള ആ ചിത്രങ്ങളിലൂടെ നോക്കിക്കാണുന്ന രീതിയിലാണ്. കഷ്ടപ്പാടും ദാരിദ്ര്യവും രോഗവും ബുദ്ധിമുട്ടും പ്രയാസവും വേദനയും അങ്ങനെ തലയിൽ കയറിയില്ല. കാരണം ഇവന്റെ സിറ്റുവേഷൻ വളരെ കംഫർട്ടബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് മനസ്സ് മറ്റിടത്തേക്ക് ചിന്തിക്കാൻ പോലെ ഇതൊക്കെ താൽക്കാലികമാണ്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ് എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഓർക്കില്ല. പരീക്ഷണത്തെ അവൻ പ്രതിഫലമായി കണക്കാക്കും. ഞാൻ നമസ്കരിക്കുന്നു, കൃത്യമായി ഞാൻ നമസ്കരിക്കുന്നുണ്ട്, ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഞാൻ സദഖ കൊടുക്കുന്നുണ്ട്, എല്ലാ നാട്ടിലെ സൽക്കർമ്മങ്ങളും പ്രവർത്തനങ്ങൾക്കും ഞാൻ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് എനിക്കിങ്ങനെ അഭിവൃദ്ധിന്മേൽ അഭിവൃദ്ധി തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു പരീക്ഷണമാണ് എന്നതല്ല, ഇതവന്റെ പ്രവർത്തനത്തിനുള്ള പ്രതിഫലമാണ് എന്നാണ് അവൻ ധരിച്ചു വശാവുക. നേരെ മറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഇനി പരീക്ഷിക്കാൻ വേണ്ടി തന്നെ അവന്റെ ആ വിഭവങ്ങൾ നാം ഒന്ന് വെട്ടിച്ചുരുക്കിയാൽ അന്നേരം അവന്റെ മനസ്സ് പറയുന്നത് ശാപവും കഷ്ടപ്പാടുമുണ്ട്, എന്റെ രക്ഷിതാവിനെ അപമാനിച്ചിരിക്കുന്നു. നോക്കണം, നമ്മളൊരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുക, ഒരു പരമതരത്തിലുള്ള ഒരാളെ കടന്നു. അപ്പോൾ നാട്ടിലെ മഹാപടനായിരിക്കും, പക്ഷെ നാട്ടിലെ വലിയ പണക്കാരനാണ്, ഭയങ്കര സുഹൃത്തുക്കൾ ചാടി കഴിഞ്ഞിട്ട് കെട്ടിപ്പിടി. നിങ്ങൾ നോക്കി ഇവിടെ കാണാം, ഇവിടെ തന്നെ കാണാം. നമ്മുടെ ഇടത്തേക്ക് മനുഷ്യന്റെ ഒരു മനോഭാവം, നമ്മുടെ വീട്ടിലൊരു ദശക്ക് വരുന്നു, ഒരു പിച്ചക്കാരൻ വരുന്നു, നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടാകുന്നു. നമുക്ക് തന്നെ ഏതെങ്കിലും ആളുകളെ കുറ്റം പറയാനല്ല, മനുഷ്യന്റെ ഒരു മനോഭാവം അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഉള്ളടത്ത്, എന്തെങ്കിലുമൊക്കെ കഴിവ് ശേഷിയൊക്കെ ഉള്ളത് അവിടെ ഇങ്ങനെ ചാണിയെത്തുന്നത് ഒരു മനുഷ്യ മനസ്സിലാവും. അവന്റെ ധർമാധർമ്മങ്ങളിലോ അല്ലെങ്കിൽ അവന്റെ ധാർമ്മിക ചിന്താഗതിയിലോ ഇസ്ലാമിക പാണ്ഡിത്യത്തിലോ നല്ല മനുഷ്യനുള്ളത്. ഭൗതിക വസ്തുക്കളുടെ ലഭ്യത അനുസരിച്ച് അള്ളാഹുവിന്റെ അടുത്തുള്ള ആദരം തീരുമാനിക്കുന്ന ഒരു മാനസികാവസ്ഥ അധികം മനുഷ്യർക്കുള്ളതാണ്. അത് നമ്മളെ ലജ്ജിപ്പിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെയല്ല, ഇത് ഏത് നിമിഷവും തകർന്നു. ഒരു കാറ്റടിച്ചാൽ തകർന്നു, ഒരു കൊടുങ്കാറ്റടിച്ചാൽ, ഒരു ഭൂകമ്പം ഉണ്ടായാൽ, ഒന്ന് കുഴഞ്ഞു വീണാൽ, ഒരു പനി പിടിച്ചാൽ കഴിഞ്ഞ. പിന്നെ അവൻ എഴുന്നേറ്റ് കിടക്കണമെങ്കിൽ എത്രയോ പ്രാർത്ഥനയും അധ്വാനമൊക്കെ വേണ്ടിയിരുന്നു. അത് നമ്മുടെ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോഴും അവൻ അപമാനിച്ചു എന്നാണ് കണക്കല്ല. അത് നമ്മുടെ പരീക്ഷണത്തിന്റെ മറ്റേ മുഖമാണ്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എനിക്കുള്ള ശിക്ഷയാണ് എന്ന് വിചാരിച്ച് അല്ലാഹുവിനോട് ദേഷ്യം പിടിക്കുകയും പിന്നോട്ടോടുകയും എല്ലാവരും ചെയ്യേണ്ടത് ഇപ്പൊ ഒരു പരീക്ഷണത്തിൽ കണ്ടുകൊണ്ടിട്ടുണ്ട്. വേദനാജനകമാണ് പരീക്ഷ. അതിനെ അതിജയിക്കാനുള്ള കഴിവും ശേഷി എനിക്ക് തരണേ എന്ന നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ്, ക്ഷമയോടൊപ്പം പ്രാർത്ഥനയാണ് അല്ലാഹു സ്വന്തം അടിമയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് വളരെ വലിയൊരു പ്രസക്തമായ പ്രശ്നമാണ്. എല്ലാ ആരോഗ്യത്തോടെ നടക്കുമ്പോൾ രോഗം പിടിച്ചു, ഒരു ഡോക്ടർ കാണിച്ച് ശരിയായി, വേറെ ഡോക്ടർ കാണിച്ച് ശരിയായി, അങ്ങനെ നിരന്തരമായി അതിനൊരു ഒരു പരിധി ഉണ്ടാകും. അതൊന്നും പരിക്കാതെ ഇങ്ങനെ പാഞ്ഞ് ഇപ്പോഴൊക്കെ തീർത്ത് കളയാമെന്ന് പറഞ്ഞിട്ട് നടന്നാൽ നടക്കില്ല. അതിനൊരു സമയം നിശ്ചയിച്ചില്ല. അത്രയും സമയം അത് അനുഭവിക്കുമ്പോൾ മനസ്സിലാക്കാൻ സത്യവിശ്വാസികളോട് പറഞ്ഞു, നിന്റെ ഓരോ തെറ്റുകളും പുറത്തു പോകും. നിനക്ക് പരലോകത്തിൽ പദവി ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും.
എന്തൊരാശ്വാസമാണ്, സമാധാനം. ബോധമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കിടക്കാനും നല്ല സമാധാനമായിരിക്കും, ആശ്വാസമായിരിക്കും, ഒരു ശല്യം ഉണ്ടാവില്ല. എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്തു, ബാക്കി അളവായിട്ട് കുഴപ്പമില്ല. അവൻ നൽകി കൊടുത്തു, അവൻ നൽകിയില്ല കൊടുത്തില്ല. അവനൊരു വേദന വരുമ്പോ മനുഷ്യന് അല്ലാഹുവിന്റെ റസൂലിന്റെ വേദന, മരണത്തിന്റെ വേദന ഭയങ്കരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ എളുപ്പം റൂഹ് പിടിക്കാലോ. ഒരു പ്രാവശ്യം അദ്ദേഹം അസ്രായേലിനോട് പറഞ്ഞു, ഒന്ന് മെല്ലെ പിടിക്കുക അസ്രായേൽ. അപ്പൊ അസ്രായേലിന് മറുപടി പറഞ്ഞാൽ സഹിയ ഹദീസ് റിപ്പോർട്ട് ചെയ്തു, ഈ പ്രപഞ്ചത്തിൽ ഭൂമുഖത്ത് റൂഹ് പിടിക്കപ്പെട്ടത് ഏറ്റവും ലളിതമായി വെണ്ണയിൽ നിന്ന് ഒരു മുടി എടുക്കുന്നത് പോലെയുള്ള ലളിതമായാണ് ഞാൻ പിടിക്കുന്നത്. ഇതിനേക്കാൾ വേദന കുറച്ച് പിടിക്കാൻ എനിക്ക് അറിയില്ല. അത് എന്നെ പഠിപ്പിച്ചത് ഇന്നലിൽ മൗത്തിലെ സക്രാത്ത്, ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ ഉയർത്തും. ഈ മരണത്തിന് വല്ലാണ്ട് വേദന എനിക്ക് സഹിക്കാൻ കഴിയും. ആരാ പറയണത്? റഹ്മത്തുൽ ആലമീൻ, ഈ ലോകത്തിന്റെ അനുഗ്രഹം അല്ലാഹു തീരുമാനിച്ച പ്രവാചകനെ നമ്മുടെ മുന്നിലൂടെ മരിപ്പിച്ചാൽ കൊണ്ടുപോകണം. ഇപ്പൊ വേദന അനുഭവിക്കാതെ ആരെയും ഇവിടെ അല്ലാഹു തആല കൊണ്ടുപോകില്ല. പല തരത്തിലാണ് വേദന. വേദന എവിടെ വന്നാലും ഒടുവില്ലാതെ അവന് ഫീൽ ചെയ്യണത് അവന്റെ ബോധത്തിലായിരിക്കും. ശരീരത്തിലായാലും മനസ്സിലായാലും ബോധം. ആ ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അളവിൽ അവൻ അർപ്പിക്കുകയും അവിടെ ക്ഷമയോടുകൂടി അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതിന് പകരം ഇപ്പൊ എന്നെ അള്ളാഹ് അപമാനിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട് എന്നുള്ള ഇത് നമ്മളിലുണ്ടോ എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ പ്രയാസം ഒരുപാട് ബേജോറായിട്ടുണ്ട് പായ ഉണ്ടാവും. എത്ര വലിയ പണ്ഡിതനായാലും എത്ര തപ്പമുള്ള മനുഷ്യനായാലും എത്ര ഈമാനുള്ളായാലും വ്യസനവും വേദനയും നിന്നിട്ട് നാനാഭാഗത്തോടെ പിടിക്കാൻ കടന്നിട്ട് ഒഴിവാക്കി കൈകാലുകൾ തറയിക്കില്ല, ചിന്ത നശിച്ചു. ഭയങ്കരമായ വേദനയും പ്രയാസം കൊണ്ട് പടച്ചവനെ വരെ തള്ളി പറഞ്ഞാൽ ചിലപ്പോ ഇശാജ് ആ സന്ദർഭത്തിൽ നമ്മുടെ ഈമാന്റെ അളവ് എത്രയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തും. അപ്പൊ അതിന് പരിഹാരം എത്രയേ ഉള്ളൂ? ക്ഷമ പാലിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാറും തൗബയുമായി രക്ഷിതാവിലേക്ക് നീങ്ങുക. അല്ലാഹ് എന്നെ അപമാനിച്ചു, അല്ലാഹ് എനിക്ക് തന്നിട്ടില്ല എന്ന് പറയലല്ല. അങ്ങനെ പറയണതും സമ്പന്നത ഉണ്ടാകുമ്പോ അല്ലാഹ് എന്നെ ആദരിച്ചിരിക്കുന്നു, എന്റെ പ്രവർത്തനത്തിന്റെ പ്രതിഫലമാണ് എന്ന് വിചാരിക്കണം. രണ്ടും തെറ്റായ വീക്ഷണങ്ങളാണ്. ജീവിതം സുഖസമ്പന്നമാണ്. ഇതിൽ പ്രയാസങ്ങളുണ്ടാവും, വേദനകളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. ചെറിയൊരു വാക്കുകൊണ്ട് ഭാര്യ ഭർത്താവുണ്ടാവും. നല്ല രീതിക്ക് വീട്ടിലേക്ക് കയറി പോവാം. കൊണ്ടുപോയ സാധനം എന്തെന്ന് ചോദിച്ചാൽ തന്നെ സന്തോഷമായി. നമ്മൾ പ്രതീക്ഷിച്ചില്ല. അവിടുത്തെ ആ സന്തോഷം എടുത്ത് മാറ്റം. പിന്നെ മോന്ത നേരായ 4 മണിക്കൂർ നമുക്ക് അനുഭവിക്കുന്ന സംഖ്യകൾ ബന്ധങ്ങളിൽ, ഇടപാടുകളിൽ. അപ്പൊ അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു സൗഭാഗ്യം ഉണ്ടല്ലോ, അത് നമ്മൾ അനുഭവിച്ചുകൊണ്ട് പോകുമ്പോൾ വാല്യൂ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ അത് വളരെ ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് സമൃദ്ധമായി ജീവിക്കുമ്പോൾ ഇത് പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി സൂക്ഷ്മതയോടെ വളർത്തുക. ഇനി മറിച്ചെന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അപ്പോൾ ക്ഷമ പാലിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അതും ഹൈറായിരിക്കും. സത്യവിശ്വാസിയുടെ ജീവിതം മഹാത്ഭുതം. അവന് സന്തോഷം ഉണ്ടായാൽ നന്ദി രേഖപ്പെടുത്തും, അതവന് കൂലിയുള്ളതാണ്. അവന് പ്രയാസം ഉണ്ടായാൽ അവൻ ക്ഷമ പാലിക്കുകയും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതവന് ഉത്തമമായ പ്രതിഫലമുള്ളതാണ്. അപ്പൊ അല്ലാത്ത വീക്ഷണങ്ങൾ മാറ്റിയിട്ട് ഈ ഒരു വീക്ഷണം ജീവിതത്തിൽ ശരിക്കും നിങ്ങൾ മനസ്സിലുറപ്പിച്ചാൽ ജീവിത പ്രയാസങ്ങൾ നേരിടാനും പ്രശ്നങ്ങൾ നേരിടാനുള്ള തൗഫീഖ്, തന്റെ ഇടം, ശക്തി, കഴിവ്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ചാൽ. അതുകൊണ്ട് അങ്ങനെ അല്ലാഹു പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന സത്യവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه
സുബ്ഹാനക ലാ നഹീദുനാ കമാ അഥനൈനാ സഖൂലകൽ ഹംദു ഹത്താ തഖദ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الأحباب أوصيكم وإياي ثانيا بتقوى الله പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷ്മതയോടെ പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ് വസിയത്ത്. നല്ല ശക്തമായ ഈമാൻ, കാര്യങ്ങളെ സംബന്ധിച്ച് യാഥാർത്ഥ്യം പോലും അതിന്റെ നിയന്ത്രണം അല്ലാഹുവിൽ മാത്രമാണെന്ന് ഉറച്ച വിശ്വാസം. ഹഖായത്താണ് കാമിലായ ഈമാൻ, സാദിഖായ യഖീൻ എന്ന് പറഞ്ഞാൽ സത്യമായ വിശ്വാസം, പൂർണ്ണമായ കൃത്യമായ അറിവ്. ഹഖായത്താണ് ഹഖ. അതുപോലെ കാമിലായ ഈമാൻ, പൂർണ്ണമായ ഈമാൻ. ആ ഈമാനിൽ ഒരു യഖീനുണ്ട്, സാദിഖായ. അതായത് അതാണ് സത്യം എന്നതിനെ സംബന്ധിച്ച് അള്ളയും നമ്മൾ യോജിച്ചു. എന്നുവെച്ചാൽ അള്ള സത്യമാണെന്ന് പറഞ്ഞാൽ നമുക്ക് സത്യമാണെന്ന് തോന്നിയത്. പടച്ചവൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്ക് സത്യമാണെന്ന് പറഞ്ഞ് ബോധ്യമായിട്ട് വേറെ ചില ചെയ്യുമ്പോൾ അങ്ങനെ ആവില്ല. സാദിഖായ യഖീൻ കിട്ടാൻ ഇങ്ങനെ നിരന്തരമായി അള്ളാഹുവിനെ ബന്ധപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ മനസ്സിൽ ഇങ്ങനെ ഇൽഹാം ചെയ്യും. അൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. എടുത്തു പറഞ്ഞാൽ അള്ളാഹിന്റെ ബാധ്യതയാണ്. ഒരാളൊരു തെറ്റായ കാരണം അത് സത്യമാണെന്ന് വിചാരിച്ച് നടന്നിട്ട് സത്യത്തിൽ അയാൾക്ക് വേറെ ദുരുദ്ദേശമൊന്നുമില്ല. അയാൾ മനസ്സിലാക്കിയത് ഒരു കാര്യം തെറ്റിപ്പോയി, പക്ഷെ അയാൾ വിചാരിക്കുന്ന സത്യമാണ്. അപ്പൊ അതുമായി അയാൾ അള്ളാഹ് കളിച്ചില്ല. അപ്പൊ അള്ള എന്താ ചെയ്യുന്നത്? അതിന്റെ മാർഗച്യുതി എന്താണ്? അതിന്റെ സൂക്ഷ്മ തത്വം എന്താണ്? അതാണ് ഹിദായത്ത്. അതിന്റെ ബാധ്യതയായിട്ട് നാം എടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും മാറിപ്പോണെങ്കിൽ ഇന്നല്ലാഹു യുദാഫിഉ അനില്ലദീന ആമനു, അള്ളാഹു പ്രതിരോധിച്ചു. അതിൽ പോയി കുടുമാലായി കഴിഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ ഹഖ്ഖൻ അലൈനാ നിൻജിൽ മുഅ്മിനീൻ. ഒരു നിഷ്കളങ്കനായ സത്യവിശ്വാസി അറിയാതെ ഒന്നിലേക്ക് ചാടിപ്പോണെങ്കിൽ അള്ളാഹ് നോക്കിയിട്ടില്ല. നമ്മുടെ ബാധ്യതയാണ് ഹഖ്ഖൻ അലൈനാ നിൻജിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ രക്ഷിച്ചെടുക്കൽ നമ്മുടെ ബാധ്യത. അപ്പൊ രക്ഷാവാസം അള്ളാഹ് ചെയ്തു. അള്ളാഹ് പ്രതിരോധിക്കും, അള്ളാഹ് വഴി കാണിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ആ വിശ്വാസം അങ്ങനെ പ്രവർത്തനങ്ങളിലൂടെ, ജീവിതാനുഭവങ്ങളിലൂടെ അവിടെ ഉറപ്പിച്ചു വെക്കുമ്പോൾ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ചങ്കുറ്റുണ്ടാവും, ഒരു ചങ്കയുണ്ടാവും. നന്മകൾ ചെയ്യാൻ ഇങ്ങനെ ഉൾപ്രേരണ ഉണ്ടാവും. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രത്യേകമായ കാവലുണ്ടാവും. എന്നിട്ടാണ് ചെയ്യല്ലേ, നോക്കല്ലേ, എടുക്കല്ലേ, കൊടുക്കല്ലേ. ഇതിങ്ങനെ ഒരു മാലാഖ ഉപദേശിച്ചുകൊണ്ടിരിക്കും. ഒരാൾ നിരന്തരമായി അള്ളാഹുവോട് ഇങ്ങനെ ബന്ധപ്പെട്ടാൽ ഒരു പ്രത്യേക മലക്കിനെ അവന് അള്ളാഹ് അപ്പോയിന്റ് കൊടുക്കും. അത് ചെയ്യും, ഇത് ചെയ്യും, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്. എന്റെ മനസ്സിന്റെ മന്ത്രം എന്നൊക്കെ നമ്മൾ പറയും. അതാണ് അത്. അള്ളാഹു നേരിട്ടാവുക, പിശാചിന് പകരം അള്ളാഹുവിനെ നേരിട്ടാവുക എന്നത്. അപ്പോ ഇതൊക്കെ ചെയ്താലേ യഥാർത്ഥത്തിൽ നമുക്ക് ഈ തെറ്റായ ധാരണ ഉണ്ടാവാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളെ അല്ലാതെ വല്ലാണ്ട് പറയും. നിങ്ങൾ ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെയാണ്, പക്ഷേ അനാഥകൾ ആദരിക്കുന്നില്ലല്ലോ. നിങ്ങൾ അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാതിരുന്ന അത് തന്നെ അടിച്ചറിയാം. നിങ്ങൾ അനാദരിക്കും. അതുപോലെ അഗതികൾക്ക് ഭക്ഷണം നൽകുക മാത്രമല്ല, ഭക്ഷണം നൽകാൻ പ്രേരിക്കുന്നില്ല. ഇവരുടെ ആളായിട്ട് നടക്കുന്നത് ഒരു കാര്യം മനസ്സിലായി. വേണ്ടട്ടോ, ഇതാ ദുഃഖത്തിലുള്ള ദുഃഖം. ഈ ഭൂമി ഇതിന്റെ അലങ്കാരമൊക്കെ അടിച്ച് തേപ്പാക്കിച്ച് നിന്റെ രക്ഷിതാവ് മണിയണിയായി മരക്കളും വരുമ്പോ ആ മരക്കള നരകോളം. ഈ നരകം അങ്ങനെ മുന്നിൽ കാണുന്ന ഒരു രംഗം നീ വരാനുണ്ട്. അന്നേരം അവന് വെളിവുണ്ടാവും, ബോധമുണ്ടാവും. ഈ പറഞ്ഞേക്കാ ശരിയാട്ടാ പന്നാലഹുദിക്ക് അതില്ല. എന്നിട്ട് എന്താ കാര്യം? അന്നേരം ആലോചിച്ചിട്ട് എന്താ കാര്യം?
അപ്പം വിലപിക്കും, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി ഫയൗമഇദിൻ ലാ യുഅദിബു അദാബഹു അഹദ് വലാ യൂദിഖു വഥാഖഹു അഹദ്. എന്റെ ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിലപിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവസാനിച്ച് പ്രവർത്തനത്തിന്റെ നാളുകൾ, പ്രതിഫലത്തിന്റെ നാളുകൾ, പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല. അവിടെ പ്രതിഫലം അന്ന് അള്ള ശിക്ഷിക്കും പോലെ ആരും ശിക്ഷിക്കില്ല. അതിലെ പിടിച്ചിട്ടും പോലെ ആരും പിടിച്ചിട്ടില്ല. അത് ശക്തമായൊരു താക്കീതിന്റെ പിന്നിലുള്ള അവസ്ഥാനങ്ങൾ വന്നിട്ട് സത്യവിശ്വാസം സ്വീകരിച്ച അനുസരണം ജീവിച്ച ശാന്ത മനസ്കരായ ആളുകൾ വിളിച്ചു പറയാം, യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ വദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. ശാന്തി. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ച് മുത്മഇന്നത്തായ ശാന്തഗതി പ്രാപിച്ച ആത്മാവെ കടന്നു എന്റെ അടിമകളോടൊപ്പം ഈ അനന്തമായ സൗഭാഗ്യത്തിന്റെ സ്വർഗത്തിൽ കടന്നുള്ളൂ എന്ന് പറയപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ റോഡുകൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ദൗത്യം പൂർത്തിയാക്കിയ സംതൃപ്തിയോടെ സംപ്രീതനും സംതൃപ്തനുമായി അല്ലാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടു, അല്ല നമ്മളെ കുറിച്ച് തൃപ്തിപ്പെട്ടു. അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട് മനുഷ്യൻ. അത് മരണത്തിന് മുമ്പ് തന്നെ മനുഷ്യന് മനസ്സിലാവും, ഞാൻ ഇങ്ങനെയാണ് മരിക്കാൻ പോവുക. സത്യവിശ്വാസി മനസ്സിലാവും, ഞാൻ ഇങ്ങനെയാണ് മരിക്കുക. നിഷേധിക്കാറ് വേദാറ്. സത്യവിശ്വാസി അല്ല ഇരുത്തം വന്നാൽ ഞാൻ ഇങ്ങനെയാണ് മരിക്കുക, അങ്ങനെ തന്നെ മരിക്കും. അത് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലത്തെടുത്ത് പറയുന്നുണ്ട്. ആശ്വാസകരമായ മരണത്തിന്, ശാന്തമായ മരണം ലഭിക്കാൻ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ പോയിട്ട് പറ്റുള്ളൂ. എല്ലാവർക്കും ഫർദായ കാര്യം, നിർബന്ധമായ കാര്യമാണ്. ശാന്തഗതിയിൽ നിന്ന് മരിച്ചു എപ്പോ മരിക്കുന്ന ഒരു പ്രശ്നമില്ല. നമ്മൾ അത് ചെയ്യാണ്ട് ഇത് ചെയ്യാനുള്ളതാണ് അന്നൊന്നും ചെയ്യാനുള്ള ചെയ്ത് നിൽക്കുക. ബാക്കിയുള്ള അത് തൗഫീഖ് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. തൗഫീഖ് തന്നെ ചോദിക്കാൻ പ്രശ്നമില്ല. അപ്പൊ മരണത്തെ പേടിക്കാത്ത ഒരു ജനസമൂഹത്തെ പരാജയപ്പെടുത്താൻ ലോകത്താക്കുന്നുണ്ടാവും ആരുണ്ടാവും. ഇവിടെ നമുക്ക് ഭൗതികതയോട് ഭ്രമവും പ്രേമവും മരണത്തോട് പേടിയുമാണ്. ഔട്ട്ലുക്ക് മാറണം, വീക്ഷണം മാറണം. പ്രയാസങ്ങൾ മാറണമെങ്കിൽ വീക്ഷണം മാറണം, ചിന്താഗതി മാറണം. അള്ളയിലേക്കാണ് എല്ലാം നടക്കുന്നത്. ഈ ഭൗതിക മെറ്റീരിയലിന്റെ അതിലല്ല വേണ്ടത്. മെറ്റീരിയൽസ് രണ്ടുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ അപ്പുറമുള്ള ആ യാഥാർത്ഥ്യത്തിലേക്കാണ് ഖുർആൻ നമ്മളെ വിളിച്ചുകൊണ്ടുപോകുന്നത്. പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രവർത്തി ജയിക്കാൻ കരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم اغفر أبو بكر وعمر وعثمان وعلي حمزة والعباس حسن والحسين بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാവരും പാപം ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യസന്താനങ്ങൾ, സുഹൃത്തുക്കൾ, ഉസ്താദന്മാർ, മറ്റുള്ള വിദ്യാർത്ഥികൾ, വേണ്ടപ്പെട്ട ആളുകളും മുൻകാല സത്യവിശ്വാസികൾ എല്ലാവരും നീ പുറത്തുമാറാകുകയാണ്. ഞങ്ങളിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ ഖബറുകളെ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റിക്കൊടുക്കുന്നതിന് അതാ ഞങ്ങളുടെ അന്ന് അകലെ ജീവിക്കുന്ന ആളുകൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകുന്ന പുരാനെ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് ആശ്വാസവും സമാധാനമുള്ള ജീവിതം നൽകുന്ന പുരാനെ ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫിയാക്കി തരണേ പുരാനെ. അതാ വേദനയും പ്രയാസവും ഘട്ടവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമുണ്ട്, പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാം നീ അറിയുന്നതാണ്. അതെല്ലാം മാറ്റി ആശ്വാസം നൽകിയാണ് പുരാനെ. നാഥ എപ്പോഴും ആശ്വാസത്തിലൂടെ നിന്ന് നോക്കിക്കളാനും ആശ്വാസത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് തമ്പുരാനെ. അതായത് ഖുർആനെ യഥാവധി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചെടുക്കാനുള്ള തൗഫീഖ് തമ്പുരാനെ. അതായത് സത്യവിശ്വാസത്തിന്റെ യഥാർത്ഥ ഫലം ഈ പ്രായോഗിക ജീവിതത്തിൽ നടമാടുന്നതിൽ ജീവിച്ചു പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് തമ്പുരാനെ. എല്ലാവരുടെയും ഉത്തരവാദിത്വം കൃത്യമായും ഭംഗിയായും സംതൃപ്തമായും പൂർത്തീകരിച്ച് സംതൃപ്തമായി നിന്നോട് മടങ്ങാനുള്ള തൗഫീഖ് തമ്പുരാനെ. സക്രാത്തിൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമായി തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ നീ പ്രകാശപൂരിതങ്ങളായി മാറ്റുന്ന തമ്പുരാനെ. മായിഷയിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണേ നാഥ. നരകശിശയിൽ ഞങ്ങളെ കാക്കണം തമ്പുരാനെ. സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ വിഭാഗ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിച്ചു ഉത്തരം തരണേ നാഥ. ഇത് തട്ടിക്കളയാതെ സ്വീകരിച്ചു ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥനാ നിരതമായ ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ.
അഹങ്കാരമെല്ലാം മാറി വിനയത്തോടെ നിന്നെടുത്ത് എപ്പോഴും പ്രാർത്ഥന നിൽക്കുന്ന യഥാർത്ഥ അടിമയുടെ കൂട്ടത്തിൽ ഞങ്ങളെ കൊടുക്കണം തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعانا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.